ഹസ്ബൻഡിൻ്റെ നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസങ്ങളിലേ വൈകുന്നേരം ഒരു 5:30 ടു 7:30 അടുക്കളയിലൊരു യുദ്ധം തന്നെ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. കാരണം ആൾക്ക് ഡിന്നർ കൊണ്ടുപോകണം, പിള്ളേർക്ക് 2 പേർക്ക് ഡിന്നർ കൊടുക്കണം, പിന്നെ എല്ലാ പരിപാടിയും തീർത്ത് ഞാൻ ഫ്രീ ആയിരിക്കണം. ഇപ്പം തന്നെ കണ്ടാലറിയാം, ഞാൻ ചായ വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ചോറ് അതിൻ്റെ ഇടയ്ക്ക് തട നിവർത്തി ആൾക്കുള്ള ഡിന്നറിന് വേണ്ടിയുള്ള സാൽമണൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ ബോയിൽ ചെയ്ത് വെജിറ്റബിൾസ് എടുത്ത് അതൊന്ന് ഒലിവ് ഓയിലും പെപ്പറൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ കുറച്ച് പയറ് വേവിച്ച് വെച്ചായിരുന്നു. അത് ഞാൻ കറിയാക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറിയുണ്ട്. അതിന് വേണ്ടിയുള്ള ഒനിയനും ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് ഞാൻ അവിടെയെല്ലാം ക്ലീൻ ചെയ്താണ് പോരുന്നത്. കാരണം അരുൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിയൽ വഴക്കെങ്ങാനും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പയറ് കറിയാക്കി, പിന്നെ അവന് കൊണ്ടുപോകാനായിട്ടുള്ള ഫുഡെല്ലാം അവൻ്റെ കണ്ടെയ്നറിലാക്കി വെച്ചു. പിന്നെ കഴുകിയിട്ട് ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് തൂത്ത് ഞാൻ കമ്പാർട്ട്മെൻറ്റ്സിലൊക്കെ അടുക്കി വെക്കുവാണ്. കൂട്ടത്തിൽ അബയിൽ കുറേ ടോയ്സൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അവന് ദേഷ്യം വന്നിട്ട് ഞാൻ അതെല്ലാം എടുത്ത് വീണ്ടും അവനെ എൻഗേജ് ആക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഈസയ്ക്കും വേണ്ടിയുള്ള ഡിന്നർ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ആ പാത്രവും കഴുകി. അപ്പോൾ എല്ലാ ഫുഡ് ഉണ്ടാക്കിയ പാത്രം എല്ലാം കഴുകി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അവന് പോയി ഫുഡ് കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഫുഡും കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അവന് വേണ്ടി നാളെ ഞാൻ ചിക്കൻ ബ്രസ്റ്റും പൊട്ടറ്റോയും കൂടെ വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പം നാളത്തേക്ക് അവന് ലഞ്ചും ഡിന്നറും റെഡിയാണ്. കൂടുതൽ ഞാൻ കിച്ചണൊന്ന് ഒതുക്കിയാണ് ഇങ്ങ് പോന്നുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലോക്കിൽ നോക്കിയാൽ ഓൾറെഡി 7:15 കഴിഞ്ഞ് 7:20 ആവുകയാണ്. 7:30 ആരും പോകും. അതിന് മുമ്പ് എനിക്ക് എല്ലാ പരിപാടിയും തീർക്കാനുള്ള ധൃതിയാണ് ഞാനപ്പോൾ അത് ആ ബലൂൻ്റെ ബോട്ടിലിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും സെപ്പറേറ്റ് എടുത്ത് വെക്കുവാണ് രാത്രിയത്തേക്ക്. പിന്നെ അവൻ്റെ പൗഡർ എല്ലാം റീഫിൽ ചെയ്തു. അവനിപ്പോൾ കൊടുക്കാനുള്ള പാലും എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ആ കാർപ്പറ്റൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തു കേട്ടോ. അരുൺ അതിൻ്റെ ഇടയ്ക്ക് അരുണിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നു. ഞാനും ഇപ്പോൾ എൻ്റെ പരിപാടിയെല്ലാം തീർത്ത സന്തോഷത്തിൽ ബലൂന് പാലൊക്കെ കൊടുത്തുകൊണ്ട് ഫോണൊക്കെ നോക്കി ജസ്റ്റ് സോഫയിലിരുന്നു. അരുൺ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന്. ബൈ.